നമ്മൾ ചോദിക്കും, ആരാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്? ആരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് വെച്ചാൽ ആരാണ്? അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കാത്തത് ആരാണോ അദ്ദേഹമാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളുക. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കാത്തത് ആരാണോ അദ്ദേഹമാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്. അതുപോലെ തന്നെ സുഹൃത്തിനുണ്ടായേക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. ആപത്തിൽ ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ആപത്തിൽ ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അതുപോലെ വേറൊരു പ്രത്യേകതയുള്ള ഒരാളായിരിക്കണം ഒരു യഥാർത്ഥ നമ്മുടെ സുഹൃത്ത്. അതായത് നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ല സുഹൃത്ത്. നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ല സുഹൃത്ത്. ഒരിക്കലും തിന്മയിലേക്ക് തള്ളിവിടുന്ന ഒരാളിനെ നമുക്കൊരിക്കലും സുഹൃത്തെന്ന് പറയാൻ കഴിയില്ല. നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ല സുഹൃത്ത്. കേട്ടോ, സുഹൃത്ത് എപ്പോഴും തൻ്റെ ചങ്ങാതിയെ നന്മയിലേക്ക് നയിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ നന്മയിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുന്നവനായിരിക്കണം. കേട്ടോ, നന്മപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവനായിരിക്കണം ഒരു നല്ല സുഹൃത്ത്. തെറ്റിൻ്റെ കുഴികളിൽ വീണു പോകാതെ ശരിയുടെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാവണം ഒരു നല്ല സുഹൃത്ത്. കേട്ടോ, അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ ആരാകാൻ കഴിയൂ, ഒരു നല്ല സുഹൃത്താവാൻ കഴിയൂ, അല്ലെങ്കിൽ നല്ല സ്നേഹിതനാവാൻ കഴിയൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, സുഹൃത്തിനുണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കണം? അത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ആപത്തിൽ ഉപകരിക്കുന്നവനായിരിക്കണം. അതിനും പുറമേ നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ല സുഹൃത്ത്. കേട്ടോ, ഈ മൂന്നാമത്തെ ഗുണം സുഹൃത്തിനും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നന്മയിലേക്ക് നയിക്കുന്ന ഒരാളിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? സുഹൃത്തായിട്ട്, നല്ല സുഹൃത്തായിട്ട് പറയാൻ കഴിയൂ. കേട്ടോ, തിന്മയിലേക്ക് നയിക്കുന്ന ഒരാൾ എന്തല്ല, ഒരിക്കലും യഥാർത്ഥ സുഹൃത്തല്ല. തിന്മയിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൻ്റെ ചങ്ങാതി അപകടത്തിൽപ്പെട്ടു പോകും. ശരിയല്ലേ? തിന്മയിലൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കനൽ വഴികളിലൂടെ നടക്കുന്നത് പോലെയാണ്. കനലിന് മുകളിലൂടെ നടക്കുന്നത് പോലെയാണ് തിന്മയിലൂടെയുള്ള ജീവിതം. മറിച്ച് നന്മയിലൂടെയുള്ള ജീവിതമോ, നന്മയിലൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് പൂമത്തയ്ക്ക് മുകളിലൂടെ നടക്കുന്നത് പോലെയാണ്. കേട്ടോ, അതെപ്പോഴും മനസ്സിലാക്കണം. നന്മയും തിന്മയും. ഒരു തിന്മ ജീവിതത്തിനെ ഭാഗമാക്കാൻ പാടില്ല, നന്മ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. കേട്ടോ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുഹൃത്ത് എന്തായിരിക്കണം? നന്മയുടെ പ്രതീകമായിരിക്കണം, അല്ലെങ്കിൽ നന്മയുടെ നിറകുടമായിരിക്കണം ഒരു നല്ല സുഹൃത്ത്. ഒരിക്കലും കേട്ടോ, നന്മ വിട്ടൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളിനെ നമുക്ക് എന്തായിട്ട് പറയാൻ കഴിയില്ല, ഒരു നല്ല സുഹൃത്തായിട്ട് പറയാനും കഴിയില്ല. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആർക്ക് കഴിയണം? ഒരു നല്ല സുഹൃത്തിന് കഴിയണം. കേട്ടോ, ഇങ്ങനെ ഒരാളിനെ നിങ്ങൾക്ക്, ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ഒരാളിനെ നിങ്ങൾക്ക് ചങ്ങാതിയായി കിട്ടിയാൽ നിങ്ങൾ എന്താണ്? ഭാഗ്യവാനാണ്. കേട്ടോ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ. ഇങ്ങനെ കൊണ്ട് ചങ്ങാതിയെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ കാര്യമാണ്. പ്രയാസമെന്നല്ല, വളരെ പ്രയാസമാണ്. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ലോകത്ത്, ഇപ്പം ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ സുഹൃത്തിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള നല്ല സുഹൃത്തിൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു വരദാനമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വെച്ചു പുലർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയട്ടെ.